ലാൽ ബഹദൂർ ശാസ്ത്രി. ഒക്ടോബർ 2 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം. ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അത്ര ദയനീയമാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി. ഞാനൊരു കാർ വാങ്ങിയത് തന്നെ വായ്പയെടുത്താണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പി ഗജേന്ദ്ര ഗഡ്കറോട് പറഞ്ഞ വാക്കുകളാണിത്. ശാസ്ത്രി മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഗജേന്ദ്ര ഗഡ്കർ തൻ്റെ ടു ദ ബെസ്റ്റ് ഓഫ് മൈ മെമ്മറി എന്ന ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നു. ശാസ്ത്രിയുടെ മരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പ്രാരാബ്ധങ്ങളുടെയും സാമ്പത്തിക ബാധ്യതകളുടെയും നടുവിലേക്ക് തള്ളി വീഴ്ത്തി. 25 വർഷത്തോളം UP മന്ത്രിസഭയിലും കേന്ദ്ര മന്ത്രിസഭയിലും അംഗമായിരുന്നതിനു ശേഷമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. കേന്ദ്ര മന്ത്രിസഭയിൽ റെയിൽവേ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ചുമതല വഹിച്ച ക്യാബിനറ്റ് മന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഒരു വിദേശ പത്രം ശാസ്ത്രിയെ വിശേഷിപ്പിച്ചത് സ്വന്തമായി ഒരു ഹോം ഇല്ലാത്ത ഒരു ഹോം മിനിസ്റ്റർ എന്നാണ്. ശാസ്ത്രിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ലളിത ശാസ്ത്രിയും വിദ്യാർത്ഥികളായിരുന്ന മക്കളും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. പക്ഷേ വാടകയ്ക്കും നിത്യച്ചെലവുകൾക്കും പണം എവിടെ? MLA-മാർക്കും MP-മാർക്കും അവരുടെ കുടുംബത്തിനും പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് ശാസ്ത്രിയുടെ വിധവയ്ക്കും മക്കൾക്കും ജീവിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സഹായമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ 1000 രൂപ പ്രതിമാസ അലവൻസ് അനുവദിച്ചു. 2 ആൺമക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായി പ്രതിമാസം 1000 രൂപയുടെ ധനസഹായവും. പ്രതിമാസം 210 രൂപ വാടക കൊടുക്കേണ്ട ഒരു വീട്ടിലേക്കാണ് ആ കുടുംബം താമസം മാറ്റിയത്. ബാക്കിയുള്ള തുകയിൽ നിന്ന് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ശാസ്ത്രി വാങ്ങിയ കാറിൻ്റെ വായ്പയുടെ ഗഡുക്കൾ അടയ്ക്കണം. അത് കഴിഞ്ഞുള്ള പണം കൊണ്ടാണ് ആ കുടുംബം ഡൽഹിയിൽ ജീവിച്ചത്. 1904 ഒക്ടോബർ 2 ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് 7 മൈൽ അകലെയുള്ള ചെറിയ റെയിൽവേ ടൗണായ മുഗൾ സരായിലായിരുന്നു ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മം. സ്കൂൾ അധ്യാപകനായിരുന്ന അച്ഛൻ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കേവലം 1.5 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മയാകട്ടെ അപ്പോൾ പ്രായം 30 വയസ്സിൽ താഴെ മാത്രം. 3 മക്കളുമായി തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് മടങ്ങാനായിരുന്നു അവരുടെ തീരുമാനം. ചെറിയ പട്ടണത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസമൊന്നും ലഭിച്ചില്ല. ദാരിദ്ര്യം നിറഞ്ഞതെങ്കിലും മറ്റെല്ലാ വിധത്തിലും ആഹ്ലാദം നിറഞ്ഞതായിരുന്നു ബാല്യകാലം. നിസ്സഹകരണ സമരത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. 1927 അദ്ദേഹം വിവാഹിതനായി. ഭാര്യ ലളിതാദേവി മിസാർപൂർ സ്വദേശിനിയായിരുന്നു. 1930 മഹാത്മാഗാന്ധി ദണ്ഡി കടപ്പുറത്തേക്ക് മാർച്ച് നടത്തി സാമ്രാജ്യത്തിൻ്റെ ഉപ്പ് നിയമം ലംഘിച്ചു. മഹാത്മാഗാന്ധി പകർന്നു നൽകിയ രാഷ്ട്രീയ പാഠങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രിയെ വളരെയധികം സ്വാധീനിച്ചു. ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടർന്ന അദ്ദേഹം കഠിനാധ്വാനം പ്രാർത്ഥനയ്ക്ക് തുല്യമാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ പാരമ്പര്യം പിന്തുടർന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹനീയ മാതൃകയായി തീരുകയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. വാസ്തവത്തിൽ ശാസ്ത്രിയെപ്പോലെയുള്ള ചില പുണ്യാത്മാക്കൾ ജനിച്ച് ജീവിച്ച രാജ്യമായതുകൊണ്ടാണ്
നമ്മുടെ ഇന്ത്യ ഇന്നും നിലനിൽക്കുന്നത്. ആ ശാസ്ത്രിജിയെ നമുക്ക് നന്ദിയോടെ ബഹുമാനത്തോടെ ഓർക്കാം. അദ്ദേഹത്തിനു മുമ്പിൽ ഇന്ത്യക്കാരായി നമുക്ക് ശിരസ് കുനിക്കാം.